കാസർഗോഡ് പൈക്കയിൽ പള്ളി ഇമാമിന്റെ നിർത്തിയിട്ട കാർ കത്തിനശിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഒഴിവായത് വൻ ദുരന്തമാണ്. ഫോറൻസിക് വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. നാടിനെ ഞെട്ടിച്ച സംഭവമാണ് ഉണ്ടായതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. പൈക്ക ജുമാ മസ്ജിദ് ദർസ് കെട്ടിടത്തിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന കാറിനാണ് വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെ തീപിടിച്ചത്. തീ പടരുന്നത് കണ്ട സമീപവാസികളാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഉടൻ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം ഏറെ പണിപ്പെട്ട് സംയോജിതമായി തീ അണച്ചു. ഇതോടെ വലിയ ദുരന്തം ഒഴിവായി. കാർ പൂർണ്ണമായും കത്തിയമർന്നിട്ടുണ്ട്. കർണാടക സ്വദേശിയായ പൈക്ക പള്ളി ഇമാം റാസി ബാക്കവി അൽ ഹൈത്തമിയുടെ കാറാണ് അഗ്നിക്കിരയായത്. പാസ്പോർട്ട് അടക്കമുള്ള വിലപിടിപ്പുള്ള രേഖകൾ കത്തിനശിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്ന ദർസ് കെട്ടിടത്തിൽ 12 പേർ ഉണ്ടായിരുന്നു. തീ കെട്ടിടത്തിലേക്ക് പടരുന്നത് തടയാനായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവാക്കാനായതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ് അടക്കമുള്ള മറ്റു വാഹനത്തിലേക്കും തീ പടരുന്നത് തടയാനായി. സംഭവത്തിൽ ബദിയടുക്ക പോലീസ് കേസെടുത്തു. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി തെളിവ് ശേഖരിച്ചിട്ടുണ്ട്. തീ ഇട്ടതാണോ ഷോർട്ട് സർക്യൂട്ടാണോ എന്നതിൽ വ്യക്തത ഇല്ലെന്ന് ബദിയടുക്ക പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. എന്നാൽ പള്ളി ഇമാമും കമ്മിറ്റി ഭാരവാഹികളും 4 ദിവസം മുമ്പ് പിരിച്ചുവിട്ട മറ്റൊരു ഉസ്താദിനെ കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു. ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ ഇമാമും മറ്റൊരു ഉസ്താദുമായിട്ട്. അപ്പോൾ അതിൽ ഒരു സംശയം ഞങ്ങൾക്കുണ്ട്. കണ്ടതല്ല, അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് പിന്നെ അന്വേഷിച്ചിട്ട് യഥാർത്ഥ പ്രതികളെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്ന മുമ്പത്തെ ഒരു ഉസ്താദിന്റെ പേരിലാണോ? അല്ല, ഇപ്പോൾ നമ്മുടെ ഇമാമാണ് ഇപ്പോൾ പരാതി. ഇമാമിൻ്റെയാണ് കാറ് കത്തിയത്. ഇമാമാണ് ഇപ്പോൾ പരാതി കൊടുത്തത്. ഓക്കെ, കാർ കത്തി സംശയമുള്ളത് അവർ ചോദിച്ചപ്പോൾ സംശയത്തിന്റെ ആളെ സൂചിപ്പിച്ചു. ഇന്ന ആളെ പേരിൽ നമുക്ക് സംശയം ഉണ്ടെന്നുള്ളത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അത് എൻക്വയറി ചെയ്തിട്ട് അവർ സ്ഥിരീകരിക്കും. അത് മുമ്പ് ഉണ്ടായിരുന്ന ഇവിടുത്തെ ഉസ്താദാണോ? പള്ളി 3 ദിവസം മുമ്പ് ഇവിടുന്ന് പിരിച്ചുവിട്ട ഒരു ഉസ്താദാണ്. ഓക്കെ, ആ ഉസ്താദ് എത്ര മാസം ഉണ്ടായിരുന്നു ഇവിടെ? 3.5 മാസം ഉണ്ടായിരുന്നു. 3.5 മാസം ഉണ്ടായിരുന്ന ഉസ്താദ്. പിന്നെ ഇത് ഈ ഉസ്താദിന് സംശയം വരാൻ കാരണം എന്താണ്? ഇപ്പം നിങ്ങൾക്കൊരു ഉസ്താദ് എനിക്ക് ഭീഷണിയായിട്ടുള്ള ചില വാക്കുകളും കാര്യങ്ങളെല്ലാം വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ അല്ലാതെ ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ പറയാറുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ നിങ്ങളോടുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്? എന്നോട് എന്തിനു വിഷമം എനിക്കറിയില്ല. എന്നാലും അല്ലാഹു അല, എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമാണ് ഇങ്ങനെ ഒരു, ഞാൻ എല്ലാവരോടും സന്തോഷത്തിൽ ചിരിച്ചിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന ആളാണ്. ഒരാളോടും ചൊടി വന്നിട്ട് എന്തെങ്കിലും ആക്കിയിട്ട് പോകുന്ന ആളല്ല. പക്ഷേ ഇത് ഉസ്താദിൻ്റെ ഇടപെടൽ എന്നോട് ഭയങ്കര ഒരു കർശനമായിട്ടും സ്ട്രോങ് ആയിട്ടും ചൂടായിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പള്ളി ഇമാമായിരുന്നു. അപ്പോൾ നിങ്ങളെക്കാളും വയസ്സിന് മൂത്ത ആളാണ് അയാൾ? ചെറിയ എന്നായിട്ട് മൂത്ത ആളാണ്, കുറച്ച് പ്രായം കൂടിയ ആളാണ്. അയാൾ നിങ്ങൾക്ക് ഭീഷണി സന്ദേശം മെസ്സേജ് അയച്ച് അങ്ങനെയല്ല അയച്ചിട്ടുണ്ട്? മെസ്സേജ് ഇവിടുന്ന് ഈ കമ്മിറ്റിക്കാർ പുറത്താക്കിയപ്പോൾ പുറത്താക്കിയിട്ട് 2-3 മണിക്കൂറിനുള്ളിലായിട്ട് എനിക്ക് റാസ്കൽ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയാൾ എഴുതിയിട്ട്. ആ മെസ്സേജിൽ എന്താ ഉണ്ടായിരുന്നത്? അയാൾ നിന്നെ വിടൂല, നീ കുറേ കാലമൊന്നും അവിടെ ഉണ്ടാകുമെന്ന് നീ കരുതണ്ട, നിന്റെ മുന്നിലൂടെ ഒരു ടാങ്കർ ലോറി വന്നിട്ട് ഇടിക്കുന്നത് നീ ഒന്ന് കുറിച്ചു വെച്ചോ. പിരിച്ചുവിട്ട ഉസ്താദ് ഇമാമിന് അയച്ച വാട്സപ്പ് സന്ദേശമാണ് ഇപ്പോൾ സംശയത്തിന് ആക്കം കൂട്ടിയത്. പൈക്ക പള്ളിയിൽ 3.5 മാസമായി മുഹസിനായി ജോലി ചെയ്തിരുന്ന ആളാണ് ഭീഷണിക്ക് പിന്നിലെ ഉസ്താദ്. ഏകദേശം 54 വയസ്സ് തോന്നിക്കുന്ന മധ്യവയസ്കനാണെന്നും കാസർകോട്ടെ പല പ്രദേശങ്ങളിലും വാടകയ്ക്ക് താമസിച്ച് പല പള്ളികളിലും ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊല്ലം സ്വദേശിയായ അദ്ദേഹം മലപ്പുറത്ത് താമസമാക്കിയ ആളാണെന്നും വിവരമുണ്ട്. മുമ്പ് ജോലി ചെയ്ത പള്ളികളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണെന്നും അത് മനസ്സിലാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നും കമ്മിറ്റി ഭാരവാഹികൾ സൂചിപ്പിച്ചു.